നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛനാണല്ലോ. ഹലോ, എന്താ അച്ഛാ? നിങ്ങളൊക്കെ ഇത് എവിടെയാ? ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ. അവിടെ ചന്ദ്രൻ ഉണ്ടല്ലോ അച്ഛാ. അവളെ ഒന്നും ഇവിടെ കാണാനേ ഇല്ല. അവൾ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാ പ്രേമിച്ച് കടയിലേക്ക് പോയത്. അളിയനിപ്പോ എന്റെ കൂടെ ഉണ്ട് അച്ഛാ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയായതുകൊണ്ടൊന്നുമല്ല. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളത് നിനക്കറിയാമല്ലോ. വല്ലയിടത്തും വീണ് കിടപ്പിലായാൽ നിങ്ങൾക്കൊക്കെ തന്നെയാ ബുദ്ധിമുട്ട്. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ആ ചന്ദ്രയെ വിശ്വസിച്ചെടുത്താ നമുക്ക് തെറ്റുപറ്റിയത്. ഇനി അവളെ ഒരു കാര്യവും ഏൽപ്പിക്കില്ല. ഏൽപ്പിക്കരുത്, പ്രത്യേകിച്ച് ഈ വീട്. അറിയാലോ അവളുടെ സ്വഭാവം. നമ്മൾ ചിലപ്പോ ദുഃഖിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോളാം അച്ഛാ. ശരി. അളിയ, അവളവിടെ ഇല്ല. ഞാൻ അപ്പോഴേ വിചാരിച്ചതാ അവൾ അവളുടെ പാട് നോക്കി പോവെന്ന്. ഒരു കുന്നു ജോലി ഏൽപ്പിച്ചിട്ടാ പ്രേമ പോയത്. ആര് ചെയ്യാനാ? ചില നേരത്ത് പ്രേമയ്ക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റും. എന്നാൽ അവൾ എങ്ങോട്ട് പോയതായിരിക്കും അളിയ? ഇനി അവൾ അവനെ കാണാൻ പോയതായിരിക്കോ, ആ വിഷ്ണുവിനെ? സാധ്യത ഉണ്ടളിയ. അളിയനെ അവനെ പുറത്തു വെച്ച് കണ്ട സ്ഥിതിക്ക് അതിനായിരിക്കും രണ്ടുപേരും കൂടെ പോയത്. ജസ്റ്റ് മിസ് അവൻ. അല്ലെങ്കിൽ ഇന്ന് അവനെ കൈ കിട്ടിയാനെ. കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ചതിനൊന്നും അവൻ കൃത്യമായിട്ട് മറുപടി പറയണമെന്നില്ലല്ലോ. അളിയ, അതൊക്കെ പറയിപ്പിക്കാനേ എനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ലോയറല്ലേ അളിയ. ഏത് വലിയ കള്ളനെയും പൊളിക്കാനേ എനിക്ക് പറ്റും. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എവിടെയാണെന്ന് അറിയാലോ. വിളിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം. സിദ്ധുവാണല്ലോ. എടുക്ക്. ഹലോ. ഹലോ, നീ എവിടെയാ? ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ അച്ഛൻ തനിച്ചാണെന്ന് അറിയില്ലേ നിനക്ക്? അതുകൊണ്ട് നീ അവിടെ ഇരിക്കേണ്ടതായിരുന്നില്ലേ? ഞാനാരാ വേലക്കാരിയോ? നിങ്ങൾ പറയുന്നൊക്കെ അനുസരിക്കേ. നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും കൂട്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നിങ്ങൾ ചെയ്യണം. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തിനാടി ആ വീട്ടിൽ നീ താമസിക്കുന്നത്? ആ വീട്ടിലുള്ളവരോട് ഒരു ഉത്തരവാദിത്വം നിനക്കില്ലെങ്കിലേ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഈ പറഞ്ഞൊന്ന് എഴുതി തരാൻ പറ്റുമോ? ഞാൻ പരിഗണിക്കാം. എനിക്ക് സൗകര്യമില്ല. അല്ലാതെ തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്ത് കളയാൻ എനിക്കറിയാം. എന്നാ ചെയ്ത് കാണിക്ക്. കുറെ കാലമായല്ലോ ഡിവോഴ്സ് ചെയ്യും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഒരു നോട്ടീസ് പോലും ഇതുവരെ അയക്കാൻ പറ്റിയോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. പേടിപ്പിക്കൊന്നും വേണ്ട. എനിക്കും അറിയാം നിയമം. അതുകൊണ്ടേ എന്നെ ഭരിക്കാൻ വരാതെ അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്ക്. അല്ലെങ്കിൽ അഴിയെണ്ണാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ആയിരിക്കും. അയാളുടെ അച്ഛൻ തനിച്ചാ എനിക്കെന്താ? എന്റെ ആരുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും സിദ്ധു ഡിവോഴ്സ് ചെയ്യാത്തത്? പരസ്പര സമ്മതത്തോടെയുള്ള ആപ്ലിക്കേഷന് വേണ്ടി കാത്തിരിക്കുക കക്ഷി. ജോയിന്റ് പെറ്റീഷൻ. അതാകുമ്പോ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാമല്ലോ. പലതവണ ആവശ്യപ്പെട്ടു, പക്ഷെ ഞാൻ ഒപ്പിട്ട് കൊടുക്കോ? എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അത് ചെയ്യാൻ. അതെനിക്കും അറിയാം, വക്കീലായ സിദ്ധുവിനും അറിയാം. അതുകൊണ്ടല്ലേ ശരത്തെ ഡിവോഴ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നേ. വിഷ്ണു, അങ്ങനെ ഒരാളെ കുറിച്ച് അറിയോ? വിഷ്ണു അതാരാ? അതാരാണെന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾക്കറിയാമോ എന്നറിയാനാ ഞങ്ങൾ വിളിപ്പിച്ചത്. ഇല്ല, എനിക്കറിയില്ല.
ചന്ദ്രയുടെ സുഹൃത്താണെന്നാ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്കറിയില്ല. അല്ലെങ്കിലും ചന്ദ്രയുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ട് ഞങ്ങൾ ബന്ധുക്കൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ഒരുതരം ഒറ്റയാൾ ജീവിതമായിരുന്നല്ലോ ചന്ദ്രയുടെ അച്ഛൻ നയിച്ചിരുന്നത്. ചന്ദ്രയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. ഈ വിഷ്ണുവിനെ പറ്റി കൂടുതൽ അറിയാൻ ആരെ ബന്ധപ്പെട്ടാൽ സാധിക്കും? ചന്ദ്രയുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അതിപ്പോ ആരാ അങ്ങനെ ഒരാള്? അതും അറിയില്ല. അവൾ കുറച്ചു കാലം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയോ? അതെപ്പോ? LLBക്ക് മുൻപാണോ അതോ ശേഷോ? കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ജോലി ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. അവിടെ അന്വേഷിച്ച ചിലപ്പോ വിഷ്ണുവിനെ കുറിച്ച് അറിയാൻ പറ്റും. ആ സ്ഥാപനത്തിന്റെ പേരറിയാം? അറിയില്ല. ആരോട് ചോദിച്ചാ ഒന്ന് പറഞ്ഞു തരും. എനിക്കറിയില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ അത്ര നല്ല രസത്തിലല്ല ജീവിക്കുന്നത് അല്ലേ? അല്ലാന്ന് തോന്നിയോ? അല്ലാത്തത് കൊണ്ടാണല്ലോ ചന്ദ്രയുടെ ഭൂതകാലം അന്വേഷിക്കുന്നത്. ഈ ദാമ്പത്യം എന്ന് വെച്ചാൽ എന്താ? അത് പരസ്പരമുള്ളൊരു വിശ്വാസമല്ലേ? എന്താ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? രഹസ്യങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലേ? രഹസ്യങ്ങളുടെ ഒരു തേനീച്ച കൂടാണ് ചന്ദ്ര. അതുകൊണ്ട് ഞങ്ങൾക്കല്ല അവൾക്ക് തന്നെ കുഴപ്പം. പല അപകടങ്ങളിലും ചെന്ന് ചാടും. അങ്ങനെ ചാടാതിരിക്കാനാ ഞങ്ങളുടെ ശ്രമം. അതിനുവേണ്ടിയാ വിഷ്ണുവിനെ തിരക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് ചന്ദ്രയോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തന്നെയായിരിക്കും അതിന്റെ ദോഷം. പിന്നെ അവളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടത്തേയില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ സഹിക്കേണ്ടി വരും. ഇല്ല, ഞാൻ പറയില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പിന്നെ ആ വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെന്നും അറിയിക്കണം. അറിയിക്കാം. ഇത് വിഷ്ണു, എന്റെ സിദ്ധുവിന്റെ ഫ്രണ്ടാ. സിദ്ധുവിന്റെ ഫ്രണ്ടോ?